നമസ്കാരം. സ്വന്തം മകൾ കൈക്കൂലി വാങ്ങിയത് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിയത് പിടിച്ചപ്പോ അന്വേഷണം വന്നപ്പോ കലാപത്തിന് ആഹ്വാനം നൽകി അണികളെ തെരുവിലിറക്കി ജീവിതകാലം മുഴുവൻ ജയിലിൽ ഉറപ്പിച്ച ആ മഹാമനസ്കത നമ്മൾ കാണാതെ പോകരുത്. പിണറായിയുടെയും ഗോവിന്ദന്റെയും കുട്ടി നേതാക്കളുടെയും ഒക്കെ ആക്രോശം കേട്ട് ആക്രമണത്തിന് ഇറങ്ങിയ 25 സഖാക്കളാണ് ഇതുവരെ പുറം ലോകം കാണാതെ കിടക്കുന്നത്. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ജാമ്യം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, അതിനുള്ള സാധ്യതയുമില്ല. ജാമ്യത്തിന് അപേക്ഷിച്ചവരുടെ അപേക്ഷ ഒക്കെ തള്ളിക്കൊണ്ട് കോടതി അതീവ ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നതും. മാത്രമല്ല, ഈ അടിമക്കൂട്ടങ്ങൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് അറിയുന്നു. അതുകൂടിയാകുമ്പോൾ ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കില്ല ഇനി കളികൾ. കഥയും കളിയും എല്ലാം കളവും മാറുകയാണ്. ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരച്ചാലുകൾ നീന്തിക്കയറിയ ധീരന്മാരുടെ പ്രസ്ഥാനം. പ്രിയപ്പെട്ട സമര സഖാക്കളെ, നിങ്ങൾ ജയിലിൽ വെറും തറയിൽ കൊതുകുകളുടെ താരാട്ടം കേട്ട് ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ നിങ്ങളെ തെരുവിലിറക്കിയ നേതാക്കൾ AC-യിൽ പട്ടുമത്തയിൽ സുഖസുഷുപ്തിയിലാണ്. നിങ്ങളുടെ മക്കളുടെ പഠനം വഴിമുട്ടിയപ്പോ അവരുടെ മക്കൾ വിദേശങ്ങളിൽ സ്വപ്ന തുല്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് കീഴിലാണ് നേതാക്കളും അണികളും വ്യക്തികളുമെന്ന് അവകാശപ്പെടുന്ന CPM നേതാക്കൾ ഇന്ന് അഴിമതിയെ പാർട്ടിക്ക് മുകളിൽ പുനഃപ്രതിഷ്ഠ നടത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അണികളുടെ സുരക്ഷിതത്വം മാത്രമല്ല, ആശയാവേശങ്ങളുടെ പേരില് പാർട്ടിയിലെത്തിയവരെയും സമൂഹത്തെയും ഒക്കെ കുരുതി കൊടുക്കുകയാണ് എന്ന് പിണറായി വിജയൻ ഓർക്കണം. അതുകൊണ്ട് തന്നെ അക്രമികൾ മാത്രമല്ല, ആക്രമണത്തിന് അണികളെ ഇറക്കിവിട്ടവരും അവരും കൂടി നിയമത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടണം. സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി പാവപ്പെട്ട പാർട്ടി അണികളെ തെരുവിലേക്ക് തള്ളിവിട്ട് ആത്മരതി അടയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ യഥാർത്ഥ മുഖം ഇന്നെങ്കിലും ജനങ്ങൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ അണികളെങ്കിലും ഒന്ന് തിരിച്ചറിയണം. നേതാക്കന്മാരുടെ ആഹ്വാനങ്ങൾ ശിരസാവഹിച്ച് അവിവേകത്തോടെ തെരുവിലിറങ്ങി കേസിലും കൂട്ടിലുമാകുന്ന അണികൾ സ്വന്തം ജീവിതത്തിൽ വിലപ്പെട്ട വർഷങ്ങളാണ് ഇരുമ്പഴിക്കുള്ളിൽ അഴിച്ചുവിടുന്നത്. അക്രമങ്ങൾക്കും അനാവശ്യ സമരങ്ങൾക്കും ആഹ്വാനം നൽകുന്നവർ തങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്കൊന്നും യാതൊരു കോട്ടവും തട്ടാതെ സുരക്ഷിത താവളങ്ങളിൽ വിശ്രമിക്കുമ്പോൾ അവരുടെ വാക്ക് കേട്ട് ആവേശത്തോടെ മുൻനിരയിൽ നിന്ന് കല്ലെറിയുകയും നിയമലംഘനം നടത്തുകയും വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുകയും ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്ന അണികൾക്ക് തുണയാകാൻ ആരും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത്. നിയമപാലകരെയും പൊതുമുതലുകളെയും ഒക്കെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വിചാരണ നേരിടേണ്ടി വരുമ്പോൾ ഒപ്പം നിൽക്കാൻ പാർട്ടി ഫണ്ടോ അല്ലെങ്കിൽ നേതാക്കളുടെ വാഗ്ദാനങ്ങളോ എത്തുകയില്ല എന്നതാണ്. കോടതികൾ കുറ്റവാളികളോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ കർശന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ജാമ്യം പോലും ലഭിക്കാതെ മാസങ്ങളോളം തടവറയിൽ കഴിയേണ്ടി വരുന്നത് ഈ പാവപ്പെട്ട പ്രവർത്തകർ മാത്രമാണ്. നേതാക്കളുടെ മക്കൾ വിദേശത്താണ്, അവർ വൻകിട സ്ഥാപനങ്ങളിലാണ്, ഉയർന്ന പദവികളിലാണ്, വിദ്യാഭ്യാസവും പുറത്താണ്, കോടികളുടെ സമ്പാദ്യവുമായി സ്വപ്ന തുല്യമായ ജീവിതത്തിലാണ് അവർ. സാധാരണക്കാരായ അണികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്, ആധിയിലാണ്. അവർ ആധിയിലേക്ക് തള്ളപ്പെടുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയാണ് വ്യക്തികൾ വലുത് എന്നും ആശയങ്ങളാണ് വ്യക്തി കേന്ദ്രീകൃത താല്പര്യങ്ങളെക്കാൾ മഹത്തരമെന്നൊക്കെ വീമ്പിളക്കുന്നവർ അഴിമതിയെയും സ്വാർത്ഥതയും ഒക്കെ പാർട്ടി ചിഹ്നങ്ങൾക്ക് മുകളിൽ കെട്ടിവെക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ജനതയുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ, പാർട്ടി അനുഭാവികളുടെ ഭാവി ശ്രമങ്ങളെയാണ്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് സ്വന്തം അഴിമതികളും കുറ്റകൃത്യങ്ങളും ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടി രാഷ്ട്രീയ അണികളെ തെരുവിൽ പരിചയാക്കി നിർത്തുന്ന തന്ത്രം കാലങ്ങളായി തുടരുകയാണ്. നേതാക്കളുടെ ഈ കപടമുഖം തിരിച്ചറിയാൻ വൈകുന്ന ഓരോ നിമിഷവും വരാനിരിക്കുന്ന തലമുറയുടെ നാശത്തിലേക്കാണ് വഴി തുറക്കുന്നത് എന്നോർക്കണം. പാർട്ടി നേതാക്കളുടെ പ്രസംഗങ്ങളിൽ വീണുപോകുന്ന ആവേശത്തെക്കാൾ പ്രധാനം സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം ജീവിതത്തിന്റെയും സ്വന്തം കുട്ടികളുടെയും സുരക്ഷിതത്വമാണ് എന്ന് അണികൾ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് മാത്രമേ ഈ രാഷ്ട്രീയ അടിമത്തത്തിന് അവസാനമുണ്ടാകൂ. ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന നേതാക്കൾക്ക് പണവും പദവിയും മാത്രം ലക്ഷ്യമാകുമ്പോൾ നിയമത്തിന്റെ വിചാരണ നേരിടേണ്ടി വരുന്ന സാധാരണ പ്രവർത്തകർ തങ്ങളുടെ തെറ്റായ തീരുമാനങ്ങളുടെ പ്രത്യാഘാതം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നു. കുറ്റവാളികൾ മാത്രമല്ല, ആക്രമണങ്ങൾക്ക് പിന്നില് ഗൂഢാലോചന നടത്തിയവരും അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരും നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ട കാലം വിദൂരമല്ല. ആവേശത്തിന്റെ മറവിൽ ചിന്താശേഷി പണയം വെക്കാതെ അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള കളികളിലെ വെറും കരുക്കളല്ലേ തങ്ങൾ എന്ന് പ്രഖ്യാപിക്കാൻ സാധാരണക്കാരായ പ്രവർത്തകർ ഇനിയെങ്കിലും ഒന്ന് തയ്യാറാകണം. അധികാരത്തിന്റെ ഇടനാഴികളിൽ സ്വന്തം സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ അണികളുടെ രക്തവും കണ്ണീരും വഞ്ചനയും ഒക്കെ വിലയായി നൽകുന്ന ഇത്തരം പ്രവണതകൾ ജനാധിപത്യ സമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയാണ്, നാണക്കേടാണ്.
ആദർശങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞ് തങ്ങളെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്ന നേതാക്കൾ യഥാർത്ഥത്തിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷകർ മാത്രമാണ് എന്ന് തിരിയുന്ന നിമിഷമാണ് ഓരോ അണിയുടെയും യഥാർത്ഥ രാഷ്ട്രീയ ബോധം തെളിയുന്നത്. തെരുവിൽ ചോര ചിന്തുമ്പോഴും കേസുകളിൽ കുടുങ്ങി ഭാവി ഇരുളടയുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകിയ ഒരൊറ്റ നേതാവും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല എന്ന സത്യം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞേ പറ്റൂ. സ്വന്തം ജീവിതവും സ്വന്തം കുടുംബത്തിന്റെ ഭാവി പ്രകാശപൂർണമാക്കാനുള്ള അവസരങ്ങളും ഒക്കെ വഴിയിൽ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വെറും എരുതിയായി മാറാതിരിക്കാൻ സാധാരണക്കാരായ അണികൾ, രാഷ്ട്രീയ അടിമകൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നേതാക്കൾ നിർമ്മിക്കുന്ന കള്ളക്കഥകൾക്കും വൈകാരിക പ്രകോപനങ്ങൾക്കും ഇരയാകാതെ സ്വന്തം ബുദ്ധിയും സ്വന്തം ന്യായബോധവും ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, തലച്ചോറ് ഉപയോഗിച്ച് തങ്ങൾക്ക് വേണ്ടി സ്വയം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇത്തരം ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കൂ. നിയമത്തെയും ജനങ്ങളുടെ സുരക്ഷയും വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം. സ്വന്തം നിലനിൽപ്പും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷവും ഒക്കെ സംരക്ഷിക്കപ്പെടണം. ഇതൊക്കെയാണ് ഏത് പ്രത്യയശാസ്ത്രത്തെക്കാളും വലുത് എന്ന് തിരിച്ചറിയുകയും വേണം. Different angles. Don't forget to subscribe and support this channel.